നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പാചകവാതക സബ്സിഡി നിർത്തലാക്കുന്നതിൽ വ്യാപക പ്രതിഷേധം. പാവപ്പെട്ടവർക്ക് സബ്സിഡി തുടരുമെന്ന് കേന്ദ്രം. വൻ വില വർധനയ്ക്ക് കാരണമാകുമെന്ന് പ്രതിപക്ഷം. സബ്സിഡി രഹിത പാചകവാതക സിലിണ്ടറിന് വില കുറഞ്ഞെങ്കിലും ജനം മുടക്കേണ്ടത് കൂടുതൽ പണം. നീതി ആയോഗിലെ അഭിപ്രായ ഭിന്നതകൾക്കിടെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗാരിയ പടിയിറങ്ങി. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ ആദ്യ അന്താരാഷ്ട്ര മത്സരം ഡിസംബർ 20-ന്. ഇന്ത്യ ശ്രീലങ്കയെ നേരിടും. തീരുമാനം BCCIയുടേത്. ലോക മീറ്റ് വെബ്സൈറ്റിൽ നിന്ന് സുധാ സിംഗിന്റെ പേര് അപ്രത്യക്ഷമായി. രാഷ്ട്രീയ സംഘർഷങ്ങളിൽ കേരളത്തിനെതിരെ കേന്ദ്രം. 2 തവണ ചോദിച്ചിട്ടും റിപ്പോർട്ട് നൽകിയില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം പാർലമെന്റിൽ. ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയിൽ പിണറായി ജാഗ്രത കാട്ടിയില്ലെന്ന് CPM-ലെ യെച്ചൂരി പക്ഷം. തിരുവനന്തപുരത്തും കോട്ടയത്തും സമാധാന ശ്രമങ്ങൾ ഊർജിതമാക്കാൻ CPM BJP ധാരണ. നടിയെ ആക്രമിച്ച കേസിൽ പ്രതികളെല്ലാം പിടിയിലായിട്ടില്ലെന്ന് പൾസർ സുനി. സുനിയുമായുള്ള സംഭാഷണം ദിലീപിന്റെ അറിവോടെയെന്ന് അപ്പുണ്ണിയെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. സുനിയുടെ റിമാൻഡ് കാലാവധി നീട്ടി. സിനിമാ താരങ്ങളുടെ ചാനൽ ബഹിഷ്കരണം മണ്ടത്തരമെന്ന് വിനയൻ. നടി അനുകൂലിച്ചാലും അജു വർഗീസിനെതിരായ കേസ് റദ്ദാക്കാനാവില്ലെന്ന് ഹൈക്കോടതി. TP സെൻകുമാറിന്റെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിയമനത്തിൽ ഉടൻ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി. നടപടിക്രമങ്ങളുമായി കേന്ദ്ര സർക്കാരിന് മുന്നോട്ടു പോകാം. പാചകവാതകം സമ്പന്നർക്ക് മാത്രമാകുമോ? LPG സബ്സിഡി നിർത്തലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ വൻ പ്രതിഷേധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടു. പാവപ്പെട്ടവർക്കുള്ള സബ്സിഡി തുടരുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ അറിയിച്ചു. രാജ്യസഭയിലാണ് LPG വിഷയത്തിൽ കടുത്ത പ്രതിഷേധം അരങ്ങേറിയത്. തൃണമൂൽ അംഗം ഡെറിക് ഒബ്രയാനും CPM നേതാവ് സീതാറാം യെച്ചൂരിയും LPG സബ്സിഡി അവസാനിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടു. പാവപ്പെട്ടവരെ കൊള്ളയടിച്ച് സർക്കാർ ഖജനാവ് നിറയ്ക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയതോടെ സഭ 2 തവണ നിർത്തിവെക്കേണ്ടി വന്നു. പാവപ്പെട്ടവർക്ക് മാത്രമായി സബ്സിഡി നിജപ്പെടുത്തുക മാത്രമാണ് സർക്കാർ ചെയ്തതെന്ന് ബഹളത്തിനിടെ പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. 1ാം UPA സർക്കാരിന്റെ കാലത്ത് അന്ന് ധനമന്ത്രിയായിരുന്ന പ്രണബ് മുഖർജി അധ്യക്ഷനായ ഉപസമിതിയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ച് ഘട്ടം ഘട്ടമായി സബ്സിഡി ഇല്ലാതാക്കണമെന്ന് നിർദ്ദേശിച്ചതെന്നും പെട്രോളിയം മന്ത്രി വിശദീകരിച്ചു. ലോക്സഭയിൽ KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും NK പ്രേമചന്ദ്രനും ഇടത് MPമാരും പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുറയുമ്പോൾ സർക്കാർ സബ്സിഡി വെട്ടിക്കുറയ്ക്കുകയാണെന്ന് KC വേണുഗോപാലും വില വർദ്ധിപ്പിച്ച് സബ്സിഡി ഇല്ലാതാക്കാൻ നിർദ്ദേശം നൽകിയ ശേഷം തീരുമാനം രഹസ്യമാക്കി വെക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്ന് NK പ്രേമചന്ദ്രനും കുറ്റപ്പെടുത്തി. സിലിണ്ടറിന് 4 രൂപ വർദ്ധിപ്പിച്ച് അടുത്ത മാർച്ച് മാസത്തോടെ LPG സബ്സിഡി നിർത്തലാക്കാൻ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയതായി പാർലമെന്റിനെ രേഖാമൂലം അറിയിച്ച പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയാണ് പ്രതിഷേധത്തെ തുടർന്ന് പാവപ്പെട്ടവർക്ക് സബ്സിഡി ലഭിക്കുമെന്ന വിശദീകരണവും പാർലമെന്റിൽ നൽകിയത്. പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വൽ യോജനയുടെ ഭാഗമായുള്ള പാവപ്പെട്ടവർക്ക് സബ്സിഡി ലഭിക്കുമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. TJ ശ്രീലാൽ, ന്യൂസ് 18, ഡൽഹി. സബ്സിഡിയില്ലാത്ത പാചകവാതകത്തിന് നികുതി ഉൾപ്പെടെ 40 രൂപയുടെ കുറവ് വന്നിട്ടും സാധാരണക്കാരൻ ചെലവഴിക്കേണ്ട തുകയിൽ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. സബ്സിഡി ഇല്ലാത്ത സിലിണ്ടറിന് കൊച്ചിയിലെ വില 553 രൂപയിൽ നിന്ന് 512 ആയി കുറഞ്ഞെങ്കിലും ജനം ഒരു സിലിണ്ടറിന് മുടക്കേണ്ട തുകയിൽ 1 രൂപ 81 പൈസ കൂടുകയാണ് ചെയ്തത്. പാചകവാതക വില നിർണ്ണയത്തിന്റെ ഏറ്റവും വിചിത്രമായ കണക്കാണ് ഇന്ന് നടപ്പായത്. ഇന്നലെ വരെ സബ്സിഡിയില്ലാത്ത ഒരു സിലിണ്ടറിന്റെ കൊച്ചിയിലെ വില 553 രൂപ. ഇന്നത്തെ വില 512 രൂപ 50 പൈസ. സബ്സിഡി കഴിച്ചുള്ള വില ഇന്നലെ വരെ 481 രൂപ 23 പൈസ. സബ്സിഡിക്ക് ശേഷം ഇന്ന് മുടക്കേണ്ടത് 483 രൂപ 04 പൈസ. ഒരു സിലിണ്ടറിന് മുടക്കേണ്ട തുകയിൽ ഉണ്ടായ വർധനവ് 1 രൂപ 81 പൈസ. സബ്സിഡിയായി ഇന്നലെ വരെ അക്കൗണ്ടിലെത്തിയിരുന്നത് 71 രൂപ 77 പൈസ. സബ്സിഡിയായി ഇന്നു മുതൽ ലഭിക്കുന്നത് 29 രൂപ 46 പൈസ.
വാണിജ്യാവശ്യത്തിനുള്ള 19 കിലോ സിലിണ്ടറിന് ഇന്നലെ വരെ 1002 രൂപ 50 പൈസ. അത് ഇന്ന് 951 രൂപയായി കുറഞ്ഞു. പാചകവാതകത്തിന്റെ രാജ്യാന്തര വില കുറഞ്ഞെങ്കിലും സാധാരണക്കാർ സിലിണ്ടറിനായി ചെലവഴിക്കുന്ന തുകയിൽ കുറവുണ്ടായില്ല എന്നതാണ് ഇന്നത്തെ വിലവിവര പട്ടിക നൽകുന്ന മുന്നറിയിപ്പ്. ന്യൂസ് 18 കൊച്ചി. ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ എം പി ഡൽഹി സ്റ്റുഡിയോയിലുണ്ട്. കോൺഗ്രസ് നേതാവ് ശ്രീ PM സുരേഷ് ബാബു കോഴിക്കോട്ട്, ശ്രീ B രാധാകൃഷ്ണ മേനോൻ കോട്ടയം സ്റ്റുഡിയോയിൽ, ശ്രീമതി മേരി ജോർജ് സാമ്പത്തിക വിദഗ്ധ തിരുവനന്തപുരത്ത് നിന്നും ഈ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ശ്രീ രാധാകൃഷ്ണ മേനോനിലേക്ക്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഈ പാവപ്പെട്ടവർക്ക് ഉള്ള സബ്സിഡി അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്ന വിശദീകരണമാണല്ലോ ആകപ്പാടെ ഇതിന് ബദലായിട്ട്, ഈ പ്രതിഷേധത്തിന് മറുപടിയായിട്ട് മന്ത്രി നൽകിയിരിക്കുന്നത് പാർലമെൻറ്റിൽ. പക്ഷേ അത് വളരെ നിസ്സാരമായൊരു ശതമാനം ആളുകൾക്ക് ഭാഗികമായി മാത്രം ലഭിക്കുന്ന ആനുകൂല്യമാണ്. സബ്സിഡി എടുത്തു കളഞ്ഞിരിക്കുന്നു എന്നത് വസ്തുതയാണ്. ഈ വില വർധന ഉണ്ടായിരിക്കുന്നു എന്നതും വസ്തുതയാണ്. ഇതിനെ ഇങ്ങനെ വിശദീകരിച്ചാൽ ജനങ്ങൾക്ക് ബോധ്യമാകുന്നതാകുമോ? അല്ല, ഇവിടെ വില വർധന ഉണ്ടായിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ UPA ഭരണകാലത്ത് 300 രൂപ 350 രൂപ സബ്സിഡി ഉള്ള സിലിണ്ടറിന് കൊടുക്കും. അല്ലാത്തതിന് 1000, 1300, 1200. അതിനുശേഷം ആ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ മുതൽ എടുത്ത തീരുമാനമനുസരിച്ച് ഈ സബ്സിഡൈസ്ഡ് സിലിണ്ടറും അതല്ലാത്ത സിലിണ്ടറും തമ്മിലുള്ള വിലയിലെ അന്തരം കുറച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചു. അത് ഘട്ടം ഘട്ടമായി കുറഞ്ഞ് ഇപ്പോൾ ഏറ്റവും അവസാനം അത് ഏതാണ്ട് ഈ 576 രൂപ, 450 രൂപ, അല്ലെങ്കിൽ 460 രൂപ, ആ നിലവാരത്തിലേക്ക് ഇത് തമ്മിലുള്ള അന്തരം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഒരു 10-15 വർഷം അല്ലെങ്കിൽ 10 വർഷം മുമ്പ്, 15 വർഷം മുമ്പ് നമുക്കറിയാം, ഒരു ഗ്യാസ് കണക്ഷന് വേണ്ടി നമ്മൾ ഈ MPമാരുടെ അടുത്ത് പോയിട്ട് പ്രത്യേക കോട്ട മേടിച്ച്, കാരണം ഞങ്ങളുടെയൊക്കെ അടുത്ത് ധാരാളം ആളുകൾ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ MPമാരെ തപ്പിപ്പിടിച്ച്, അല്ലെങ്കിൽ BJPക്ക് MP ഇല്ലാത്തപ്പോൾ വടക്ക് പോയിട്ട്, അല്ലെങ്കിൽ ഓരാജഗോപാൽ മാത്രമുള്ളപ്പോൾ അദ്ദേഹത്തിന് അവരോടൊക്കെ ഗ്യാസിൻ്റെ കണക്ഷന് വേണ്ടി പ്രത്യേകം ഇത് മേടിച്ച് MP കോട്ടായിൽ കണക്ഷൻ കൊടുത്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ഈ കാലഘട്ടങ്ങളൊക്കെ മാറിയിട്ട് ഇന്ന് ഈ LPG വിതരണ സംവിധാനം സുതാര്യമായി എല്ലാ ആൾക്കും ഇത് ഇപ്പം അപേക്ഷിച്ചാൽ അപ്പം കിട്ടും എന്ന് മാത്രമല്ല വീട്ടിൽ കിട്ടും, കൃത്യതയോടുകൂടി കിട്ടും. ഇങ്ങനെ ഈ രംഗത്ത് വളരെയേറെ വലിയ മാറ്റം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കും. അപ്പോൾ ആ മാറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ ദശാബ്ദങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരംഭിച്ചിട്ടുള്ള സബ്സിഡി സിസ്റ്റം, ആ സിസ്റ്റം ഇന്ന് യഥാർത്ഥത്തിൽ കുറേ ഈ ഒരു മേഖല മാത്രമല്ല, രാസവളത്തിൻ്റെ സബ്സിഡി, ഭക്ഷ്യ സബ്സിഡി, ഒരുപാട് സബ്സിഡികൾ രാജ്യത്തെ ഈ സബ്സിഡി സിസ്റ്റത്തിൽ, പിന്നെ പട്ടികവർഗ്ഗക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ, ഇതെല്ലാം ഇന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ ഗവൺമെൻറ് കൊടുത്താൽ യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട ആളുകളുടെ കരങ്ങളിലെത്താത്ത ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ ഒട്ടേറെ ദശാബ്ദങ്ങളായി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത് എന്ന യാഥാർത്ഥ്യവും നമുക്ക് ബോധ്യമുള്ളതാണ്. അർഹിക്കുന്നവരുടെ കരങ്ങളിലേക്ക് ഇത് എത്തുന്നതിന് പകരം ഇത് ഇപ്പോൾ ഇവിടെ കോർപ്പറേറ്റുകൾക്ക് അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞ് വളം സബ്സിഡിയുടെ ആനുകൂല്യം ആരോ വളത്തിൻ്റെ ഫാക്ടറിക്കാർക്ക് അല്ലെങ്കിൽ വലിയ ആ നിലയിൽ വിതരണം ചെയ്യുന്നവർക്കുണ്ടാകും. ഇങ്ങനെ ഓരോ തരത്തിലും ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യം യഥാർത്ഥ കൃഷിക്കാരനോ യഥാർത്ഥ ഗുണഭോക്താവിനോ ലഭിക്കാത്ത സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഉപഭോക്താവിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു സമീപനം. അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ NK പ്രേമചന്ദ്രൻ, അങ്ങനെ പോസിറ്റീവായിട്ടൊരു കാര്യമായിട്ടാണ് BJP ഇതിനെ മുന്നോട്ട് വെക്കുന്നത്. താങ്കൾ തന്നെയും അത് പാർലമെന്റിനകത്ത്, സഭയ്ക്കകത്ത് നേരിട്ട് കേൾക്കുകയും ചെയ്തയാളാണ്. ഈ ഉജ്ജ്വൽ യോജന പ്രകാരമുള്ള സബ്സിഡി നിലനിർത്തും, അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ സബ്സിഡി അർഹിക്കുന്ന പാവപ്പെട്ടവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന വാദം എന്തുകൊണ്ടാണ് താങ്കൾ അടക്കമുള്ള ആളുകൾ മുഖവിലേക്കെടുക്കാത്തത്? വളരെ വിചിത്രമായ വാദമാണ് ഞാൻ നേരത്തെ കേട്ടത്. അർഹതപ്പെട്ടവർക്ക് മാത്രമായി സബ്സിഡി പരിമിതപ്പെടുത്തുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ് മെയ് മാസം 30-ന് ഇത്തരമൊരു ഉത്തരവിറക്കിയത് എന്ന് നേരത്തെ സംസാരിച്ച ബഹുമാന്യ സുഹൃത്തിന് പറയാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഇന്ന് രാജ്യസഭയിൽ മറുപടി നൽകിയപ്പോൾ ലോക്സഭയിൽ ഞങ്ങൾ എത്ര പ്രാവശ്യം ആവർത്തിച്ചുന്നയിച്ചിട്ടും മറുപടി പറയാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായില്ല. എന്നാൽ രാജ്യസഭയിൽ പ്രതിപക്ഷം കുറേ കൂടി ശക്തമായതുകൊണ്ടാകാം, അംഗബലം കൊണ്ടും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും കുറേ കൂടി ശക്തമായതുകൊണ്ടാകാം, രാജ്യസഭയിൽ ഈ പറയുന്ന സ്കീമിൽപ്പെട്ട ഉജാല സ്കീമിൽപ്പെട്ടവർക്ക്
അത് നിലനിർത്തുമെന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ അറിയേണ്ട വിഷയം മെയ് 30-ന് കേന്ദ്ര ഗവൺമെൻറ് പുറത്തിറക്കിയ ഉത്തരവനുസരിച്ച് വളരെ കൃത്യമാണ്. എന്താ ഉത്തരവിൽ പറയുന്നത്? പ്രതിമാസം 4 രൂപ നിരക്കിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് 2018 മാർച്ച് 31 ആകുമ്പോൾ നിലവിൽ പാചകവാതകത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സബ്സിഡി പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്കാണ് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചത്. അല്ലാതെ അവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒഴിവാക്കാനോ സബ്സിഡി നിലനിർത്താനോ ഉള്ള തീരുമാനം അതിൻ്റെ ഭാഗമായിട്ടില്ല. അതിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ളത് മെയ് 30-ന് ഇറക്കിയ ഉത്തരവ്, നേരത്തെ 2 രൂപ വെച്ചായിരുന്നു 4 രൂപയാക്കി വർദ്ധിപ്പിച്ച ഉത്തരവ്, സാധാരണഗതിയിൽ മന്ത്രിസഭാ തീരുമാനങ്ങളും നയപരമായിട്ടുള്ള തീരുമാനങ്ങളും ഒക്കെ പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോ മുഖാന്തരം പൊതുസമൂഹത്തെയും രാജ്യത്തെയും അറിയിക്കുന്ന ഗവൺമെൻറ് എന്തുകൊണ്ട് ഈ മെയ് കഴിഞ്ഞതിന് ശേഷം ജൂൺ മാസം, ഇപ്പോൾ ജൂലൈ മാസമായി, ഒരു ചോദ്യം ലോക്സഭയിൽ വരുന്നത് വരെ ഈ കാര്യത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചില്ല, പുറത്തു പറഞ്ഞില്ല? പിന്നെ മറ്റൊരു വാദം നേരത്തെ സൂചിപ്പിച്ചല്ലോ, പ്രധാനമന്ത്രി എല്ലാ കാലയളവിലും ഞങ്ങൾ നിർബന്ധിച്ച് സബ്സിഡി ഒഴിവാക്കുന്നില്ല, അത് BJP ഗവൺമെൻറ്റിൻ്റെ നയമല്ല. അതുകൊണ്ട് തന്നെ സ്വമേധയാ ധനികരും ഇടത്തരക്കാരും അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ളവർ സബ്സിഡിയുടെ ആനുകൂല്യം ആവശ്യമില്ലാത്തവർക്ക് വോളണ്ടറിയായി ഈ കാര്യം ഉപേക്ഷിക്കാം. ഇതായിരുന്നു ഗവൺമെൻറ് നയം. ആ നയം പാർലമെൻറ്റിലും പുറത്തും പ്രഖ്യാപിച്ച് നടപ്പാക്കിയതിന് ശേഷം ഏകപക്ഷീയമായി സബ്സിഡി പൂർണ്ണമായും റദ്ദു ചെയ്യാനുള്ള, പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നു. അപ്പം നേരത്തെ പറഞ്ഞതിനകത്ത് എന്താ അർത്ഥം? ഇപ്പോൾ തന്നെ 18.11 കോടി ജനങ്ങൾ, കൺസ്യൂമേഴ്സ്, കസ്റ്റമേഴ്സ്, സബ്സിഡൈസ്ഡ് LPG വാങ്ങുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ രാജ്യത്തുണ്ട്. അതിൽ 2.25 കോടിയോളം വരുന്നവർ വനിതകളാണ്. അപ്പോൾ ഈ ഇതാണ് ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നതും അർഹതപ്പെട്ടവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നു എന്ന് പറയുന്നതിൻ്റെയൊക്കെ പിന്നിലെ സാമ്പത്തിക താല്പര്യം, രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുന്നത് സബ്സിഡികളും സൗജന്യങ്ങളും സർവേ ആനുകൂല്യങ്ങളും ഇല്ലാതാക്കുക എന്ന നവലിബറൽ നയത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത്. അത് പറയുന്നത് ശരിയാണ്. അതുകൊണ്ട് അനർഹരെ ഒഴിവാക്കാൻ, അർഹതപ്പെട്ടവർക്ക് മാത്രമായി പരിമിതപ്പെടുത്താൻ ഈ വാദകം ഉന്നയിച്ചുകൊണ്ട് തുടങ്ങുക, പിന്നീട് എല്ലാവർക്കും ഒഴിവാക്കുക, ഇതാണ് നയം. ആ നയം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മെയ് 30-ലെ ഉത്തരവ്. ആ ഉത്തരവ് വിവാദമായ സാഹചര്യത്തിലാണ് ഇന്ന് കേന്ദ്രമന്ത്രി മറുപടി പറഞ്ഞത്. ആ മറുപടിയെ സംബന്ധിച്ച് എനിക്ക് വ്യക്തതയില്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ തിരിച്ചു വരാം ഒന്ന് മറ്റുള്ളവരിലേക്ക് പോയതിനു ശേഷം. ശ്രീ PM സുരേഷ് ബാബു, ഇതൊക്കെയാണ് വസ്തുതകൾ. ഇത് പക്ഷേ തുടരുന്ന ഒരു നയത്തിൻ്റെ ഭാഗമാണ്. ഈ സർക്കാരിൻ്റെ നിലപാട് എന്ന നിലക്ക് കാണാനാവുകയില്ല. പ്രണബ് മുഖർജിയുടെ അധ്യക്ഷനായിരിക്കുന്ന സമിതി തീരുമാനിച്ചതനുസരിച്ചുള്ള ഒരു കാര്യം അതിൻ്റെ തുടർ പ്രക്രിയയിലാണ്. ആത്യന്തികമായിട്ട് നിങ്ങളുടെ സർക്കാരും UPA സർക്കാരും ഈ സബ്സിഡികൾ എടുത്തു കളയുക എന്നതിലേക്ക് തന്നെയായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ ഒടുവിലത്തെ ഘട്ടം എത്തിയിരിക്കുന്നു. അത് ഈ സർക്കാരിൻ്റെ കാലത്തായിപ്പോയി എന്ന് മാത്രം കണ്ടാൽ മതി. അതുകൊണ്ട് ആത്യന്തികമായിട്ട് സഭയ്ക്കകത്തും പുറത്തുമുള്ള നിങ്ങളുടെ വിമർശം സാങ്കത്യമുള്ളതായിരിക്കുമോ? അത് ശരിയായ നിലയിലുള്ള വിമർശനമായിരിക്കുമോ? സനീഷ്, ഇതൊരു യഥാർത്ഥത്തിലുള്ള ഒരു വിശകലനമായി എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോ കാലഘട്ടത്തിലും എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങളുടെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ഭരണപരമായി എടുക്കുന്ന തീരുമാനങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനെ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം UPA ഗവൺമെൻറ് 2014 അധികാരം വിട്ടൊഴിയുന്ന സമയത്ത് ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് $114-120 നമ്മളത് മനസ്സിലാക്കേണ്ടുന്നൊരു വിഷയമാണ്. അന്ന് ഈ ഒരുപാട് പബ്ലിക് സെക്ടറിൽ നിന്നും സബ്സിഡി കൊടുത്ത് അവർ സബ്സിഡൈസ് ചെയ്തിട്ടാണ് രാജ്യത്തെ ജനങ്ങൾക്ക് അതുവരെ കൊടുത്തോണ്ടിരുന്നത്. ആ സാഹചര്യത്തിൽ നിന്ന് നേരിയൊരു മാറ്റമുണ്ടാകുന്നതിന് വേണ്ടി ഒരു വിഭാഗത്തെ, അനർഹരായിട്ടുള്ള ആളുകളിൽ നിന്ന് സബ്സിഡി ഒഴിവാക്കുക. ഒപ്പം തന്നെ ഇത് എല്ലാ കാലവും ധനം ഉപയോഗിച്ചുകൊണ്ട് സബ്സിഡൈസ് ചെയ്ത് നിലനിർത്താൻ കഴിയാത്തത് കൊണ്ട് അതിൻ്റെ മുകളിലൊരു തീരുമാനമെടുക്കാൻ അതിൻ്റെ റിഫൈനിങ് കമ്പനികളെയൊക്കെ ചുമതലപ്പെടുത്തുക, അതല്ല പെട്രോളിയം കമ്പനികൾക്ക് ചുമതല കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ പറയുമ്പോൾ തന്നെ പറഞ്ഞിരുന്നത് എന്താണ്? പറയുമ്പോൾ തന്നെ അത്തരം അധികാരം കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ഓരോ കാലഘട്ടത്തിൻ്റെയും മാർക്കറ്റ് റേറ്റ് നോക്കിയിട്ടാണ് നിശ്ചയിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കൂടുകയാണെങ്കിൽ, ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ വില കൂടുകയാണെങ്കിൽ ഇത്തിരി കൂട്ടാം, കുറയുകയാണെങ്കിൽ അതിൻ്റെ ഗുണം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. $114 ഡോളർ കൊടുത്ത് ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്ന കാലത്തിൽ നിന്ന് ഇപ്പോഴത്
$50 താഴെ ഡോളറിലേക്ക് ക്രൂഡ് ഓയിലിൻ്റെ വില വന്നിട്ട് ഈ ഗവൺമെൻറ് എന്തുകൊണ്ട് അതിൻ്റെ ആനുകൂല്യം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല? വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിന് മറുപടി പറയാൻ ഈ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. UPA ഗവൺമെൻറ്റിൻ്റെ നയം എന്താണ്? കാലാകാലങ്ങളിൽ വരുന്ന വിലയുടെ പ്രപ്പോർഷൻ അനുസരിച്ച്, അതിൻ്റെ തോതനുസരിച്ച് ഇവിടുത്തെ മാർക്കറ്റിലെ പെട്രോൾ, ഡീസൽ, പാചകവാതകം തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും വില നിശ്ചയിക്കുക എന്നുള്ളതായിരുന്നു ആ സമീപനം. ആ സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ഒരു സമീപനം എടുത്തിരിക്കുന്നു. അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കുന്ന ചില കണക്കുകൾ കൂടെ എൻ്റെ കൈവശമുണ്ട്. ഈ പറയുന്നത് താങ്കൾക്ക് അറിയുകയുള്ളൂ. ഞാൻ താങ്കളിലേക്ക് തന്നെ ആ ചോദ്യം ആയി ഉന്നയിച്ചുകൊള്ളാം. പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല്ലിൻ്റെ ഒരു കണക്ക് അങ്ങനെയല്ല പറയുന്നത്. 2005 തൊട്ട് ഈ 2016-17 വരെയുള്ള വർഷങ്ങളിലെ സബ്സിഡി എങ്ങനെയാണ് പോയത്, എത്രത്തോളം കൊടുത്തതിൽ നിന്ന് എത്ര താഴേക്ക് പോയി എന്നതിൻ്റെ ഒരു കണക്കെൻ്റെ കൈവശമുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളുമായി താങ്കളിലേക്ക് ഒരിക്കൽ കൂടെ വരാം ശ്രീ PM സുരേഷ് ബാബു. അതിനു മുമ്പ് ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇത് ഈ സബ്സിഡി ഇല്ലാതെ ഒരു തവണ 2012 ജൂണിൽ സിലിണ്ടറിന് 1000 രൂപ കടന്നിരുന്നു വിപണിയിലെ വില. എന്ന് വെച്ചാൽ ഈ പറയുന്ന ക്രൂഡ് ഓയിലിൻ്റെ വില സംബന്ധിച്ച് അത്രമാത്രം ഉയർന്നിട്ട് 1000 രൂപ കടന്ന കാലത്ത് ആ 2012 ജൂണിൽ സർക്കാർ 570 രൂപ വരെ സബ്സിഡി നൽകിയാണ് പാവപ്പെട്ടവർക്ക്, നാട്ടുകാർക്ക് ഇത് ഉപയോഗിക്കാൻ എത്തിച്ചു കൊടുത്തത്. എന്ന് വെച്ചാൽ അത്രയും പകുതിയിലേറെ പണം സബ്സിഡിയായി നൽകിയിട്ട് അത്ര പണം വില താഴ്ത്തി കൊടുത്തിട്ടാണ് നാട്ടുകാർക്ക് ഇതിൻ്റെ ഗുണഫലം എത്തിച്ചത്. ഇന്നിപ്പോൾ 2012 ജൂണിൽ സിലിണ്ടറിന് 1000 രൂപ കടന്നിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന വർഷങ്ങളിൽ 1000, 2000, 3000 ആകാം ഒരുപക്ഷെ ഈ ഒരു സിലിണ്ടർ LPGക്ക് വില എന്നിരിക്കെ അന്ന് സബ്സിഡി ഒന്നും നൽകാത്ത ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെങ്കിൽ സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സംഗതിയായിട്ട് ഇത് മാറും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. LPG ആർക്കും ഉപയോഗിക്കാനാവുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അദ്ദേഹം ധനശാസ്ത്ര വിദഗ്ധൻ കൂടെയാണ്, അദ്ദേഹം നിങ്ങളെല്ലാവരും മരം നടൂ, വിറക് വെട്ടി ജീവിക്കേണ്ടി വരും എന്ന നിലക്ക് പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്, നാട്ടുകാരുടെ ഓർമ്മയിലും ഉണ്ടാകും. അതുകൊണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തുടർന്നു വന്നിരുന്ന സംഗതികൾ ഞങ്ങൾ ഈ നിലക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറയുമ്പോൾ തന്നെയും നിങ്ങളീ പറയുന്നത് പോലെ പാവപ്പെട്ടവർക്കോ സാധാരണക്കാർക്കോ ഒരു ഗുണഫലവും ഉണ്ടാവുകയില്ല എന്നത് ഉറപ്പാണ്. എല്ലാവരും ഗ്യാസ് തങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു വസ്തുവായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത്രമാത്രം പണം കൊടുത്ത് വാങ്ങാനാവുകയില്ല, സർക്കാർ സബ്സിഡി നൽകുകയുമില്ല. അതല്ലേ വസ്തുത? അല്ല, ഇപ്പോൾ കൃത്യമായി ഇപ്പോൾ നമുക്ക് ബോധ്യം വരുന്ന കാര്യം, ഇന്ന് മാർക്കറ്റിൽ ഈ ഗ്യാസ് സുലഭമായി ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ പലരും ആരോപിക്കുന്നത് ഇത് പുതിയ കമ്പനികൾക്ക് വരാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ്. അപ്പോൾ അവർ വരുമ്പോൾ ഇപ്പോൾ ഏത് കമ്പനി വന്നാലും ഇത് ഒരു മത്സരത്തിൻ്റെ കമ്പോളമാണ് നമ്മുടെ രാജ്യത്തുള്ള. അപ്പോൾ ആ മത്സരത്തിൽ തീർച്ചയായിട്ടും വിലക്കുറവിൻ്റെ ആനുകൂല്യം ബഹുജനങ്ങൾക്ക് കൂടുതലായി ലഭിക്കുന്ന സാഹചര്യമാണ് എപ്പോഴും മത്സര മാർക്കറ്റിൽ ഭാവിയിൽ ഉണ്ടാവുക. ആ കാര്യത്തിൽ അതിനുള്ള അന്തരീക്ഷം ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട തീരെ പാവപ്പെട്ടവർ, പട്ടിണിക്കാർ, അങ്ങനെയുള്ള ഒരു ജനവിഭാഗം രാജ്യത്തുണ്ട്. അവരെ ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. അവരെ അഡ്രസ്സ് ചെയ്യാൻ, അവർക്ക് ആനുകൂല്യം എത്തിക്കാൻ, അതിന് തീർച്ചയായിട്ടും ഉജ്ജ്വല സ്കീം പോലെ ഈ മേഖലയിൽ അർഹിക്കുന്ന ആളുകൾക്ക് മുഴുവൻ അതെത്തിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു പ്രത്യേക പദ്ധതി, ആ പദ്ധതിയിൽ ഗവൺമെൻറ് കോൺസെൻട്രേറ്റ് ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് മന്ത്രി ഇന്ന് രാജ്യസഭയിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ നിലയിൽ ആനുകൂല്യം അർഹിക്കുന്ന ആളുകൾക്ക് ഒരൊറ്റ നിമിഷം ശ്രീ രാധാകൃഷ്ണ മേനോൻ, അതേസമയം തന്നെ ശ്രീമതി മേരി ജോർജ്, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ശ്രീമതി മേരി ജോർജ് സാമ്പത്തിക വിദഗ്ധ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീമതി മേരി ജോർജ്, പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല യോജന പ്രകാരം ഈ പറയുന്ന ആനുകൂല്യം യഥാർത്ഥത്തിൽ ഇത് അർഹിക്കുന്ന പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് ഇനി തുടർന്നും ലഭിക്കും എന്ന ഒരു വിശദീകരണമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ധർമ്മേന്ദ്ര പ്രധാനത്തിന് ലഭിച്ചുള്ളത്. അത് വിശ്വസിക്കാവുന്ന, അങ്ങനെ ഗുണപരമായിട്ടുണ്ടാകും എന്ന് കരുതാവുന്ന നിലയാണോ യഥാർത്ഥത്തിൽ? അതായത് ഈ 2.5 കോടി പുതുതായിട്ട് ഉജ്ജ്വല യോജന രീതിയിൽ കണക്ഷൻ ലഭിച്ചിട്ടുള്ള ആൾക്കാർക്ക് തുടർന്നും ഇത് സൗജന്യമായി ലഭിക്കും എന്ന് പറയുന്നത് ഒരു മന്ത്രിയുടെ വാക്കാണ്. രാഷ്ട്രീയക്കാരനാണെങ്കിൽ പോലും ഒരു മന്ത്രിയുടെ വാക്ക് മന്ത്രി കസേരയിൽ ഇരുന്ന് പറയുന്ന വാക്കായതുകൊണ്ട് തുടരും. ചുരുങ്ങിയ പക്ഷം ഈ ഗവൺമെന്റ് നിലനിൽക്കുന്ന കാലത്തോളമെങ്കിലും തുടരും എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ അതോടൊപ്പം തന്നെ അത് കാണിക്കുന്നത് വേറൊരു സത്യത്തിലേക്ക് ഞാനൊന്ന് വിരൽ ചൂണ്ടിക്കൊള്ളട്ടെ.
ക്രെഡിറ്റ് സ്വീസി എന്ന അന്താരാഷ്ട്ര ഏജൻസി ഇന്ത്യയെ പറ്റി നടത്തിയ പഠനത്തിൽ പറയുന്നത് 96% ജനം, ഇന്ത്യയിലെ 96% ജനം ഒരു വർഷം ശരാശരി 10,000 രൂപയിൽ താഴെ വരുമാനമുള്ളവരാണെന്നാണ്. അപ്പൊ ഈ 2017 ജനുവരിയിൽ കൊണ്ടുവന്നതാണ് ഈ കണക്കുകൾ, ഈ സ്ഥിതി വിവര കണക്കുകൾ. അങ്ങനെയുള്ള ഒരു ഇന്ത്യയുടെ ധനം മുഴുവനും, GDP മുഴുവനും മറ്റേ 4% കരങ്ങളിലാണ് ഇരിക്കുന്നത്. ആ 4%ലാണ് ഈ വലിയ കോർപ്പറേറ്റ്സും വലിയ ധനികരും ഒക്കെ വരുന്നത്. അപ്പം ഈ 96% ജനങ്ങളുടെ വരുമാനം ഇത്ര ചെറുതാണ് എങ്കിൽ അത്തരം ഒരു രാജ്യത്ത് 2.5 കോടി 130 കോടി ജനങ്ങളുള്ള രാജ്യത്ത് 2.5 കോടി പേർക്ക് ഇങ്ങനെ ഇന്ധന സബ്സിഡി കൊടുക്കും, സബ്സിഡി അല്ല, അവർക്ക് പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് നൽകും എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതായത് നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം തന്നെ നടത്തിയ പഠനം അനുസരിച്ച് 22% ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. ഈ 22% ജനങ്ങൾ എന്ന് പറയുന്നത് തന്നെ 28 കോടി വരും 130 കോടിയുടെ. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഈ 28 കോടിക്കെങ്കിലും സബ്സിഡിയോടുകൂടി, സൗജന്യമായിട്ട് കൊടുക്കണമെന്ന് നമ്മൾ പറയുന്നില്ല, സബ്സിഡിയോട് കൂടിയെങ്കിലും കൊടുക്കണ്ടേ? ഇതാണ് എൻ്റെ ചോദ്യം. അത് മാത്രവുമല്ല, നേരത്തെ എനിക്ക് മുൻപ് സംസാരിച്ച പലരും പറഞ്ഞതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായി ഞാൻ ഒരു കാര്യം പറയട്ടെ. UPA ഗവൺമെന്റ് സബ്സിഡി എടുത്തു കളയുക എന്ന ഒരു നയം ഒരിക്കലും ഫോളോ ചെയ്തിരുന്നില്ല. UPA ഗവൺമെന്റിന്റെ നയം സബ്സിഡി GDPയുടെ 1.9% നിജപ്പെടുത്തുക എന്നതായിരുന്നു. അതിനേക്കാൾ കുറയ്ക്കുക എന്ന നയം UPA 1ഉം 2ഉം ഗവൺമെന്റുകൾ തുടർന്നിരുന്നില്ല. അതേ സമയത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ് ഭരണത്തിൽ വന്ന ആദ്യത്തെ ബജറ്റിൽ തന്നെ പറഞ്ഞിരുന്നു ഘട്ടം ഘട്ടമായി സബ്സിഡി എടുത്തു മാറ്റും എന്ന് വച്ചാൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സബ്സിഡി ഏത് തരത്തിലുള്ള, കാർഷിക സബ്സിഡി ആകട്ടെ, അതിലെ ഫെർട്ടിലൈസർ സബ്സിഡി ആകട്ടെ, മറ്റേത് തരത്തിലുള്ള, അതായത് കാർഷിക രംഗത്ത് തന്നെ നമുക്കറിയാം കൃഷിക്ക് വേണ്ടി, ഇറിഗേഷന് വേണ്ടി, ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ഒക്കെ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വെട്ടി ചുരുക്കും. ഇതിന്റെ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നാം കാണുന്ന ഈ ഇന്ധന സബ്സിഡി പോലെ തന്നെ മറ്റ് സബ്സിഡികളും വെട്ടി ചുരുക്കുന്ന ഒരു കാലത്തേക്കാണ് നാം കടന്നു വരുന്നത്, അല്ലെങ്കിൽ നാം കടന്നു പോകുന്നത്. വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അത് പറഞ്ഞു തന്നതിന് നന്ദി. ശ്രീ NK പ്രേമേന്ദ്രൻ, ഇത് ഇത്രക്ക് വ്യക്തമാണ്, അവർ വ്യക്തമാക്കുന്ന പോലെ വളരെയേറെ ക്ലാരിറ്റി ഉള്ളൊരു കാര്യമാണ്. താങ്കൾക്കത് ആ നിലക്ക് തന്നെ അറിയാമായിരിക്കുകയും ചെയ്യും. ഈ പറയുന്നത് പോലെ സബ്സിഡി എന്ന ഏർപ്പാട് എല്ലാ മേഖലകളിൽ നിന്നും ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ഈ സർക്കാരിൻ്റെ നയം എന്ന് തന്നെ കാണേണ്ടതല്ലേ? അത് സാധാരണക്കാരനെ ഏത് നിലക്ക് ഏതൊക്കെ യോജനകൾക്കകത്ത്, പദ്ധതികൾക്കകത്ത് ഉൾക്കൊള്ളിച്ച് അവർക്ക് ആനുകൂല്യം നൽകാം എന്ന് പറഞ്ഞാൽ തന്നെയും അത് നാട്ടിലെ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് ഗുണപരമായ തോതിൽ വരികയില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതല്ലേ? അവരത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. 96% പേർ, ജനസംഖ്യയുടെ 96% പേർ 10,000 രൂപയിൽ താഴെ മാത്രം വരുമാനമുള്ള ആളുകളാണ്. അതിൽ 28 കോടിയോളം പേർ വരും. അതിനകത്ത് വെറും 2.5 കോടി ആളുകൾ മാത്രമാണ് ഈ ഉജ്ജ്വൽ യോജനക്കകത്ത്, പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനക്കകത്ത് വരുന്നത്. അതുകൊണ്ട് അങ്ങനെയൊരു വാദം മുന്നോട്ട് വെച്ചാൽ തന്നെയും ധർമ്മേന്ദ്ര പ്രധാൻ അത് പറഞ്ഞ് സഭയ്ക്കകത്തും പുറത്തും ആളുകളുടെ വിമർശത്തെ അടക്കാൻ ശ്രമിച്ചാൽ തന്നെയും ഒരു തരത്തിലും നാട്ടിലെ പാവപ്പെട്ടവർക്ക് ഗുണം ചെയ്യുന്നതല്ല ആത്യന്തികമായിട്ടുള്ള വസ്തുത എന്നത് വളരെ പ്രകടമല്ലേ? എങ്ങനെയാണ് ഇതിനെ എതിർക്കുക ശ്രീ പ്രേമേന്ദ്രൻ? ഇതിൽ രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന്, നേരത്തെ ബഹുമാനപ്പെട്ട ടീച്ചർ സൂചിപ്പിച്ചതിലും ഒരു നേരിയ കറക്ഷൻ ആവശ്യമാണ്. കാരണം പ്രധാനമന്ത്രി ഉജാൽ യോജന അനുസരിച്ച് ആദ്യം LPG കണക്ഷൻ എടുക്കുമ്പോഴാണ് അവർക്ക് ഫ്രീ കണക്ഷൻ കൊടുക്കുന്നത്. ആ ഫസ്റ്റ് ടൈം സബ്സിഡിയാണ്, അല്ലെങ്കിൽ സൗജന്യമായി കൊടുക്കുന്നത് ഫസ്റ്റ് ടൈമാണ് കൊടുക്കുന്നവർക്ക് ഫ്രീ കണക്ഷനും ഒരു ഗ്യാസ് സിലിണ്ടറും ഫ്രീ ആയി കൊടുക്കുന്നു. പക്ഷേ അതിനുശേഷം തുടർന്നെടുക്കുന്ന ഗ്യാസ് സിലിണ്ടറിനെല്ലാം അവർ സബ്സിഡി നിരക്കിലുള്ള ഗ്യാസ് സിലിണ്ടറിന് പണം കൊടുത്തേ മതിയാകൂ. അതുകൊണ്ട് പ്രധാനമന്ത്രി ഉജാൽ യോജന അനുസരിച്ച് പാചകവാതക കണക്ഷൻ കിട്ടിയിട്ടുള്ള BPL പോപ്പുലേഷനുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന BPL ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർ, പട്ടിണി രേഖയ്ക്ക് താഴെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗജന്യമായി പാചകവാതകം വിതരണം ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ശരിയല്ല. മറിച്ച് അവർക്ക് സബ്സിഡിയോടുകൂടി മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് പോലെ സബ്സിഡിയോടുകൂടി ലഭിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇന്ന് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിട്ടുള്ള മറുപടി അനുസരിച്ച്, ഞാൻ സത്യത്തിൽ കേട്ടില്ല,
നിങ്ങൾ ചർച്ച ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ പ്രധാനമന്ത്രി ഉജാല സ്കീം അനുസരിച്ചുള്ളവർക്ക് നിലവിലുള്ള സബ്സിഡി നിലനിർത്തുമെന്ന് പറഞ്ഞാൽ തന്നെ 16.5 കോടിയോളം വരുന്ന മറ്റ് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ ഗാർഹിക ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആ സബ്സിഡി ലഭിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത് 2 രൂപത്തിലുള്ള ഇരുട്ടടിയാണ്. അവിടെയാണ് നയപരമായിട്ടുള്ള ഞങ്ങളുടെ ശക്തി. ഒന്ന്, ഒരു ഭാഗത്ത് നിങ്ങൾ സബ്സിഡി എടുത്തു കളയുക, മറുഭാഗത്ത് ഈ പാചകവാതക സിലിണ്ടറിൻ്റെ വില ഗണ്യമായ നിലയിൽ വർദ്ധിപ്പിക്കുക. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. 2016 ജൂലൈ മാസം 1 മുതൽ പ്രതിമാസം 2 രൂപ നിരക്കിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു, നടപ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ 2016 ജൂലൈ മാസം 1 ശേഷം 10 പ്രാവശ്യമാണ് പാചകവാതകത്തിൻ്റെ വില വർദ്ധിപ്പിച്ചത്. അതുപോലെ 2017 ജൂലൈ മാസം 1 മുതൽ പ്രതിമാസം 4 രൂപ കണക്കിന് വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന മെയ് 30 ഉത്തരവ്, ആ മെയ് 30 ഉത്തരവ് വന്നതിന് ശേഷം സബ്സിഡി നിരക്ക് വെട്ടിക്കുറയ്ക്കുന്നു എന്ന് മാത്രമല്ല, ഒരു പാചകവാതക സിലിണ്ടറിന് 32 രൂപ കണ്ട് കൂട്ടി. ഇവിടെ നേരത്തെ ശ്രീ PN സുരേഷ് ബാബു പറഞ്ഞ വാദം കൂടി ചേർത്തുകൊണ്ട് വേണം നമ്മൾ ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ. 114 മുതൽ 120 വരെ $US അസംസ്കൃത എണ്ണയ്ക്ക് ബാരൽ ഒന്നിന് അന്താരാഷ്ട്ര വിപണിയിൽ നിലവിലുണ്ടായിരുന്ന സമയത്ത് അന്ന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും $50 താഴെയായി അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞപ്പോഴും പാചകവാതകത്തിൻ്റെ വില വർദ്ധിപ്പിക്കുക, സബ്സിഡി എടുത്തു കളയുക, ഇരുട്ടടിയാണ് സത്യത്തിൽ രാജ്യത്തെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് മേൽ കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 3 വർഷ കാലയളവിൽ നടപ്പാക്കുന്ന ഡയറക്റ്റ് ഹിറ്റ്, നേരിട്ടുള്ള ആഘാതം, സാധാരണക്കാരും ഇടത്തരക്കാരുമായിട്ടുള്ള ജനങ്ങൾക്ക് ലഭിക്കുന്ന നേരിട്ടുള്ള ആഘാതമാണ് പാചകവാതക സിലിണ്ടറിനുള്ള സബ്സിഡി പരിമിതപ്പെടുത്തിക്കൊണ്ട് ക്രമേണ ഇല്ലാതാക്കിക്കൊണ്ടും തുക വർദ്ധിപ്പിച്ചുകൊണ്ടുമുള്ള തീരുമാനം എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ഇതൊരു ജനവിരുദ്ധ നയമായതുകൊണ്ട് തന്നെ നയപരമായും രാഷ്ട്രീയമായും അതിശക്തമായി തന്നെ ഈ പ്രശ്നത്തെ പാർലമെന്റിൽ എതിർക്കാൻ കഴിയും. എതിരായിട്ടുള്ള കാര്യമായി തന്നെ കാണണം. ശ്രീ PM സുരേഷ് ബാബു, പക്ഷേ നേരത്തെ ശ്രീമതി മേരി ജോർജ് അക്കാര്യത്തിൽ ഒരു കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സബ്സിഡി പൂർണ്ണമായിട്ട് എടുത്തു കളയുക എന്ന നിലപാടുണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ ഈ പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല്ലിൻ്റെ ഈ പേപ്പർ പ്രകാരം പെട്രോളിന് മേലുണ്ടായിരുന്ന സബ്സിഡി 2010-11 വരെ 2723, 2027 7332 എന്നിങ്ങനെ കോടി രൂപ സബ്സിഡി ആയിട്ടുണ്ടായിരുന്നപ്പോൾ 2011-12 തൊട്ട് ഇങ്ങോട്ട് ഈ വർഷങ്ങൾ 2011-12 തൊട്ട് സബ്സിഡി ഇല്ല ആ മേഖലയിൽ. പിന്നീട് അത് പൂർണ്ണമായിട്ട് സബ്സിഡി ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. ഡീസൽ ആണെങ്കിൽ 2014-15 വരെ ഏതാണ്ട് 81,192 കോടി വരെ 2011-12 വർഷം സബ്സിഡിയായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന 15-16-17 വർഷം അതും ഇല്ലാതാവുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഈ സബ്സിഡി രഹിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകണം എന്നത് UPA സർക്കാരിൻ്റെ തന്നെയും, അത് പ്രത്യേകിച്ച് സർക്കാരിൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടല്ല, ഈ നയപരമായ അത്തരമൊരു അവസ്ഥയിലേക്ക് വരേണ്ടി വന്നത് ലോക സാഹചര്യം തന്നെ അങ്ങനെ ആയതുകൊണ്ടാണ്. നിരവധിയായിട്ടുള്ള ട്രേഡ് അഗ്രിമെൻറ്റ്സൊക്കെ അത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് ആളുകളെ നിർബന്ധിക്കുന്നതുകൊണ്ടായിരിക്കണം, ഭരണകൂടങ്ങളെ നിർബന്ധിക്കുന്നത് കൊണ്ടായിരിക്കണം. അതുകൊണ്ട് അങ്ങനെ ഒരു നിർബന്ധിതാവസ്ഥയുണ്ട്. അത് UPA സർക്കാർ തുടർന്നു വന്നത് ഈ സർക്കാർ കൂടെ തുടരുന്നു എന്നല്ലാതെ അതിൽ നിന്ന് മാറിപ്പോകാനുള്ള കാരണങ്ങൾ അവർക്കില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്നുകൂടെ ഈ കാര്യങ്ങളെ കാണുകയും ന്യായീകരിക്കുകയും ചെയ്യാവുന്നതല്ലേ? സനീഷ, അതിനകത്ത് ഞാനൊരു പശ്ചാത്തലം നമ്മളൊന്നും ഒരുക്കേണ്ടതല്ലേ. നമുക്കറിയാലോ 1991 കാലഘട്ടമൊക്കെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു. ഇന്ത്യയുടെ റിസർവ് ഗോൾഡ് കൊണ്ടുപോയി ഇതര രാജ്യങ്ങളിൽ പണയം വെച്ച് കിട്ടിയ കാശ് കൊണ്ട് നമ്മുടെ നിത്യനിദാന ചെലവുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യം നിലനിന്ന ഒരു രാജ്യത്ത്, ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കൊണ്ടുവരുന്നതിന് വേണ്ടി WTO പോലെയുള്ള വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പോലെയുള്ള സംഘങ്ങളുമായി കരാറുകളിൽ ഏർപ്പെടുമ്പോൾ വെക്കുന്ന ചില നിബന്ധനകളും കാര്യങ്ങളും രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും രാജ്യത്തിൻ്റെ ആഭ്യന്തര രംഗത്തുള്ള നിലനിൽപ്പിനും ആവശ്യമായ ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമാവേണ്ടുന്നൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ഇതെല്ലാം കൂടി വിശദീകരിക്കാനും ഒക്കെ നമുക്കിപ്പോൾ സമയമില്ല, കാര്യങ്ങൾ അതിലേക്ക് അങ്ങനെ ഇട്ട് കൊണ്ടുപോകേണ്ട കാര്യവുമില്ല. അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ വളരെ ലളിതമായ ഒരു ചോദ്യമാണ് ഈ BJP ഗവൺമെൻറ്റിൻ്റെ അധികാരികളുടെ ഭാഗത്ത് ഉന്നയിക്കുന്നത്. നമ്മൾ വാങ്ങുന്ന സാധനത്തിൻ്റെ വില കുറഞ്ഞിരിക്കുന്നു,
ആ സാധനം സംസ്കരിച്ച് ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ നേരത്തെ വിറ്റതിനേക്കാൾ കൂടുതൽ വില വാങ്ങുന്നതിൻ്റെ യുക്തിഭദ്രത എന്താണ്? അതാണ് സാധാരണക്കാരായ ജനങ്ങൾ. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആർക്കും ആഹാരം നേരിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ലല്ലോ. ആഹാരത്തിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അത് വാങ്ങിയ വിലക്ക് വാങ്ങി അത് പ്രോസസ്സിങ്ങിൻ്റെ ചാർജും കൂടെ കൂട്ടി മിതമായ ലാഭവും എടുത്ത് വിൽക്കുന്നതിന് പകരം ഈ നാട്ടിലെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന വിധത്തിൽ കൊള്ള നടത്തുന്ന രൂപത്തിലുള്ള ഒരു വിൽപ്പന സമ്പ്രദായം വരുത്തുന്നതിൻ്റെ കാരണം എന്താണ്? അവിടെയാണ് സബ്സിഡിയുടെ ഒരു നിലനിൽപ്പിൻ്റെ കാര്യങ്ങൾ വന്നത്. ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയാത്ത, തടുക്കാൻ കഴിയാത്ത സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന സബ്സിഡി അത് പൂർണ്ണമായും നിർത്തുക. നമ്മളിന്ന് വായിച്ചതാണല്ലോ, ഈ 4 രൂപ വെച്ച് കൂട്ടി ഇത് പൂർണ്ണമായും സബ്സിഡി നിർത്തുക. പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു രേഖകൾ പോലും ഇതുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ ഉജ്ജ്വൽ യോജന പ്രകാരമുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ വേഗമായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. നിങ്ങളുടെ ആരുടെ കയ്യിലുണ്ടെങ്കിലും അത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അതിലൊരിടത്തു പോലും പൂർണ്ണാർത്ഥത്തിൽ ഇവർക്ക് ഈ പാവപ്പെട്ട ജനവിഭാഗത്തിന് ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല. ശ്രീ പ്രേമേന്ദ്രൻ ബഹുമാനപ്പെട്ട എം പി പറഞ്ഞതുപോലെ സാധാരണക്കാരായ ജനങ്ങളുടെ തലക്കിട്ട് നേരിട്ടടിക്കുന്ന ഒരു സംഭവമാണ്. ബാക്കിയൊക്കെ കുറച്ച് വളഞ്ഞുകുത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സാധാരണക്കാരായ ജനങ്ങളുടെ തലക്കിട്ട് നേരെ അടിക്കുകയാണ്. ഗവൺമെന്റിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് വരും നാളുകളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഒരു തലയെയും സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഉജ്ജ്വൽ യോജനക്കകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ തലക്ക് പോലും അവധി കൊടുക്കാതെ അടിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്തത് എന്നാണ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ക്ഷമിക്കണം, ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇത്രയും നേരത്തെ ചർച്ചയിൽ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന ഈ 3 അതിഥികളും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് സഭയ്ക്കകത്ത് പറഞ്ഞു വെച്ച വിശദീകരണം വെച്ചുകൂടെ നോക്കിയാൽ ഈ 1-2.5 കോടി ആളുകൾക്ക് ഈ പറയുന്ന ആനുകൂല്യം കിട്ടുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെയും രണ്ടാമത്തെ കാര്യം, ഇനി 2.5 കോടിക്ക് പോലും ഗ്യാസ് കണക്ഷൻ എടുക്കുമ്പോൾ മാത്രമേ ഈ പറയുന്ന സബ്സിഡി ആനുകൂല്യമുള്ളൂ. അതിപ്പോൾ NK പ്രേമേന്ദ്രൻ വളരെ വ്യക്തമാക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ രണ്ടാമത് ഒരു ഗ്യാസ് റീഫിൽ ചെയ്ത് വാങ്ങുകയാണെങ്കിൽ അപ്പോഴത്താണോ വിപണിയിൽ വില, ആ വിലക്ക് ഈ പാവപ്പെട്ട പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനക്കകത്തുപെട്ട ആളുകൾ പോലും ആ തുക കൊടുക്കണം. എന്ന് വെച്ചാൽ അത്രയും പൈസ കൊടുത്ത് ആ ഗ്യാസ് എടുക്കാനുള്ള ശേഷി അവർക്ക് ഉണ്ടാവുകയില്ല. അവർ പഴയ വിറക് ഉപയോഗത്തിലേക്ക് എങ്ങനെയെങ്കിലും പോകേണ്ടി വരുമെന്ന്. അതുകൊണ്ട് ഇതിങ്ങനെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു പരിപാടിയാണ് എന്നറിയുന്നത് കൊണ്ടാണ് ശ്രീ NK പ്രേമേന്ദ്രൻ ഈ ചർച്ചയുടെ ആദ്യം സൂചിപ്പിച്ച ആ ഒരു മറച്ചുവെക്കൽ ഉണ്ടായത്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്ത് സഭയോടോ നാട്ടുകാരോടോ പറയാൻ പറ്റാത്ത വിധം പൂഴ്ത്തിവെച്ചത്, ഇത് സഭയ്ക്കകത്തൊരു ചോദ്യമായി ഉയർന്നപ്പോൾ മാത്രം അത് സംബന്ധിച്ച് കുറ്റസമ്മതം നടത്തിയത് ജനങ്ങളെ വഞ്ചിക്കുകയാണ്, വലിയ തോതിൽ ഉപദ്രവിക്കുകയാണ്, ശ്രീ സുരേഷ് ബാബു പറഞ്ഞതുപോലെ തലക്കടിക്കുകയാണ് എന്നത് സർക്കാരിന് തന്നെ അറിയുന്നത് കൊണ്ടാണ് മിണ്ടാതിരുന്നത്. ജനങ്ങളെ വഞ്ചിക്കുകയാണ് നിങ്ങൾ എന്ന് ആളുകളോട് പറഞ്ഞ് മാപ്പ് പറയുകയാണ് വേണ്ടത്. അല്ല, ഇവിടെ ഇപ്പോൾ ഇത് ചർച്ച അവതരിപ്പിക്കപ്പെടുന്ന ആൾ തന്നെ പറഞ്ഞത്, പ്രേമേന്ദ്രനെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ ഉജ്ജ്വൽ യോജനയെ സംബന്ധിച്ച ഇതിൽ വ്യക്തതയില്ലെന്നല്ല, അത് തെറ്റാണ് ആ വിവരം. കാരണം ഈ ഉജ്ജ്വൽ യോജനയിലെ 2.5 കോടി ആളുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ആ 2.5 കോടി ആളുകൾക്ക് പ്രേമേന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആദ്യം കണക്ഷൻ കിട്ടും. അതിനുശേഷം അവരുടെ സബ്സിഡി ആനുകൂല്യം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഇന്നും കിട്ടും, ഇപ്പോൾ കിട്ടുന്നുണ്ട്, തുടർന്നും അത് കിട്ടുമെന്നാണ് മന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ അത് കിട്ടില്ല എന്നല്ല, അവർക്കുള്ള ആനുകൂല്യം തീർച്ചയായിട്ടും തുടരും എന്ന് വ്യക്തമായി പറഞ്ഞു. ഉജ്ജ്വൽ യോജന എന്ന് പറയുന്നത് യോജനയുടെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് ആദ്യഘട്ടത്തിൽ കൊടുക്കാനുള്ള പരിപാടി ഉണ്ടോ ശ്രീ പ്രേമേന്ദ്രൻ? ഞാൻ ഒരു നിമിഷം തിരിച്ചു വരാം ശ്രീ രാധാകൃഷ്ണ മേനോൻ. അല്ല, ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. നേരത്തെ സനീഷ് പറഞ്ഞതിൽ ക്ലാരിഫൈ ചെയ്യാം. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന അനുസരിച്ച് കണക്ഷൻ എടുക്കുമ്പോൾ മാത്രമാണ് ഫ്രീ കണക്ഷൻ. സൗജന്യമായിട്ടല്ല പാചകവാതകം വിതരണം ചെയ്യുന്നത്. അവർക്ക് സബ്സിഡിയോട് കൂടിയിട്ടുള്ള പാചകവാതകമാണ് അവർക്ക് ലഭിക്കുന്നത്. അത് ഇതര കസ്റ്റമേഴ്സിന് ലഭിക്കുന്നത് പോലെ തന്നെ സബ്സിഡിയോട് കൂടിയിട്ടുള്ള ആനുകൂല്യം ലഭിക്കും. മെയ് 30 മുതലുള്ള ഉത്തരവനുസരിച്ചാണെങ്കിൽ ആ ഉത്തരവിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിൽപ്പെട്ടവരെ ഒഴിവാക്കിയിട്ടില്ല. ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ
പ്രധാനമന്ത്രി ഉജാൽ യോജനയിൽപ്പെട്ട BPL പോപ്പുലേഷനിൽപ്പെട്ടവർക്ക് സബ്സിഡി ആനുകൂല്യമുണ്ടാകും. എന്നാലും ഞാൻ പറഞ്ഞത് 18.11 കോടി കൺസ്യൂമേഴ്സ് ഉള്ളതിൽ 2.5 കോടി ഒഴിവാക്കിയാൽ തന്നെ വീണ്ടും ഏതാണ്ട് 16 അല്ലെങ്കിൽ 17.5 കോടിയോളം വരുന്ന കസ്റ്റമേഴ്സ് 15.5 കോടിയോളം വരുന്ന കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ആനുകൂല്യം നിഷേധിക്കപ്പെടും. ഇത് BPL വളരെ മോസ്റ്റ് ബാക്ക്വേർഡ് ആയിട്ടുള്ള വളരെ പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം തുടരുമെന്ന് ഇപ്പോൾ പറയുന്നു. ഭാവിയിൽ പക്ഷേ അങ്ങനെ തുടരുമ്പോഴും ഒരു പ്രശ്നം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ അനിയന്ത്രിതമായി ഇതിൻ്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സബ്സിഡി കുറയ്ക്കുക മാത്രമല്ല, പാചകവാതകത്തിൻ്റെ വിലയും ഗണ്യമായ നിലയിൽ വർദ്ധിപ്പിച്ചു. ഞാൻ പറഞ്ഞില്ല 32 രൂപ ജൂലൈ മാസം 32 രൂപ ജൂലൈ മാസത്തിൽ വർദ്ധിപ്പിച്ചു. അപ്പോൾ ഈ വർധനവ് താങ്ങാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും BPL പോപ്പുലേഷനിലുള്ള പ്രധാനമന്ത്രി ഉജാൽ യോജനയുടെ പരിധിയിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് പോലും താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ പഴയതുപോലെ അവർ വിറകിനെ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ശ്രീ രാധാകൃഷ്ണ മേനോൻ, അതാണ് അതിന്റെ വസ്തുത. നമുക്ക് അത് ഏത് തരത്തിൽ രാഷ്ട്രീയമായിട്ട് ഈ സർക്കാരിനോട് ആഭിമുഖ്യമുള്ള ആളുകളാണെങ്കിൽ തന്നെയും ന്യായീകരിച്ചു പോകാവുന്ന കാര്യമല്ല. ശ്രീ രാധാകൃഷ്ണ മേനോൻ, അല്ല, ഇവിടെ 3 പേര് പറഞ്ഞതിന് മറുപടി പറയണമെങ്കിൽ അവർ 3 പേരും പറഞ്ഞ അത്രയും സമയം തന്നില്ലെങ്കിലും കുറച്ച് സമയം കൂടെ തന്നാലേ എനിക്കതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ഏതായാലും ഈ ഉജ്ജൽ യോജന അനുസരിച്ചിട്ട് നേരത്തെ ശ്രീമതി മേരി ജോർജ് സൂചിപ്പിച്ചു, നമ്മുടെ പാവപ്പെട്ട ആളുകളെക്കുറിച്ചിട്ടുള്ള ഒരു പെർസെൻറ്റേജ് 22% ആകെയുള്ളതിൻ്റെ എന്തായാലും തീരെ ഇതിന് അർഹതപ്പെട്ടവരുണ്ട് എന്ന് സൂചിപ്പിച്ചു. ഇന്ന് ഇവിടെയുള്ള നമ്മുടെ രാജ്യത്തുള്ള ഈ LPG കസ്റ്റമേഴ്സിൻ്റെ എണ്ണം ഏതാണ്ട് 18.5 കോടി എന്നൊരു കണക്ക് ഇന്നിപ്പോൾ പറയും. എന്ന് പറഞ്ഞാൽ ഇത് വീടുകളാണ്, അല്ലാതെ എല്ലാ വ്യക്തികളും നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും LPG കണക്ഷൻ എടുക്കുന്നില്ലല്ലോ, കുടുംബങ്ങളാണ്. അപ്പോൾ 18.5 കോടി ആളുകൾ അല്ലെങ്കിൽ മഹിളകൾ അല്ലെങ്കിൽ കുടുംബങ്ങളിലാണ് കണക്ഷൻ. അതിന് ഏതാണ്ട് 22% എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ലക്ഷ്യമിട്ടിരിക്കുന്നത് 5 കോടി കണക്ഷനുകൾ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അത് 2016 ആരംഭിച്ചതാണ്. 2019 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ അത് പൂർത്തീകരിക്കും എന്നാണ് പ്രഖ്യാപിച്ചിട്ടാണ് അത് ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ അതിനുവേണ്ടി ഏതാണ്ട് 2000 കോടി രൂപ മാറ്റിവെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് കൊണ്ടുവന്ന ഒരു സ്കീമല്ല. അപ്പോൾ നമ്മുടെ നേരത്തെ ഇവിടെ പറഞ്ഞതിൻ്റെ തുടർച്ചയായി സബ്സിഡി കുറച്ചുകൊണ്ട് വരുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക്, പട്ടിണിക്കാർക്ക്, സാധാരണക്കാർക്ക് ആനുകൂല്യം കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതി തന്നെയാണത്. അത് തുടരും, ഒരു സംശയവും വേണ്ട. പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ പെട്രോളിയം പ്രോഡക്ട്സിന് ഇത്രയേറെ വില കുറയുമ്പോൾ അതിൻ്റെ ഗുണം നേരിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നില്ലല്ലോ. ശരിയാണ്, നേരിട്ട് പൈസയായിട്ട് ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. പക്ഷേ അതേസമയം ഈ ഗവൺമെൻറ് ആ കാര്യത്തിൽ എടുത്തിട്ടുള്ള ഒരു സമീപനം, ഈ ഗവൺമെൻറ്റിൻ്റെ ഖജനാവിലേക്ക് നികുതി, ഇപ്പോൾ നമുക്കറിയാം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ ഇത് സംബന്ധിച്ച് എത്ര നികുതി വരുന്നുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റുമുണ്ട്. അപ്പോൾ പെട്രോളിയം പ്രോഡക്ട്സിലൂടെ ലഭിക്കുന്ന ഈ നികുതി ഇന്ന് കഴിഞ്ഞ കാലത്ത് അഴിമതിയുടെ പല മേഖലകളിലേക്ക് രാജ്യത്തിൻ്റെ വികസനത്തിന് എന്ന് പറഞ്ഞ് പണം വഴിമാറിപ്പോയപ്പോൾ ഇന്ന് രാജ്യത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി റോഡ് വികസനം, ജലഗതാഗത വികസനം, നദീവികസനം എന്നിങ്ങനെ സമൂലമായ സമഗ്രമായ വികസന രംഗത്ത് ഇന്ത്യ മഹാരാജ്യത്ത് കുതിച്ചു ചാട്ടമാണ്. ആ നിലയിൽ വികസനത്തിന് വേണ്ടി ഇപ്പോൾ കേരളം പോയി റോഡ് വികസനത്തിന് പണം ചോദിച്ചപ്പോൾ 36 ലക്ഷം കോടി രൂപ ചോദിച്ച പണം മുഴുവൻ അനുവദിച്ചു കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിണറായി വിജയൻ ആവശ്യപ്പെട്ട അത്രയും തുക കേന്ദ്രം കൊടുത്തു. എവിടെ നിന്നാണ് കൊടുക്കുന്നത്? ഈ നിലയിൽ രാജ്യത്തിൻ്റെ ഖജനാവിൽ വരുന്ന പണത്തെ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ശരിയായ റൂട്ടിൽ ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആനുകൂല്യം തന്നെയാണ്, ജനങ്ങളിൽ എത്തുന്ന സംവിധാനമാണ്. അത് ജനങ്ങൾക്ക് പണമായി വളരെ കൃത്യമായ സമയം നൽകി തന്നെയാണ് ഈ ചർച്ച അവസാനിപ്പിക്കുക. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീമതി മേരി ജോർജ്, നേരിട്ട് ഗുണമുണ്ടാക്കുന്നില്ലെങ്കിലും ജനങ്ങൾക്കാകെ തന്നെയും ഗുണമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് അന്തിമമായിട്ടെത്തും ഇത്തരം കാര്യങ്ങളെല്ലാം എന്ന വാദമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. നികുതി വരവിലൂടെയൊക്കെ ആ ഗുണമുണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. കേൾക്കുമ്പോൾ അത് കൊള്ളാമല്ലോ എന്ന തോന്നൽ എന്തായാലും സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പക്ഷേ അപ്പോഴും ഇന്നിപ്പോൾ സഭയിൽ സംസാരിച്ച ആളുകൾ അടക്കമുള്ള ആളുകൾ ഈ വിമർശകർ പറയുന്നൊരു കാര്യം, ഈ പറയുന്ന വൻ വിലവർദ്ധനവിനടക്കം കാരണമാകും ഈ സബ്സിഡിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നത്, ഇന്ധനവില, പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത് എന്ന്. ഏത് നിലക്കാണ് ഇതിൻ്റെ ആത്യന്തിക ഫലമുണ്ടാവുക? ആത്യന്തിക ഗുണം പല നിരത്തിൽ നമുക്കുണ്ടാകും എന്നാണോ, അല്ലെങ്കിൽ ആത്യന്തികമായിട്ട് വലിയ വിലവർദ്ധന നാട്ടിലുണ്ടാകുമെന്നാണോ? അതായത് ഇപ്പോൾ BJP ഗവൺമെന്റ് GST കൊണ്ടുവന്നത് കൊണ്ട്
നികുതി വരുമാനം വർദ്ധിക്കും. ആ വർധനവിൻ്റെയൊക്കെ പ്രയോജനം മറ്റു രീതികളിൽ ജനങ്ങളിലേക്ക് എത്തും എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതായത് നികുതി വരുമാനം വർദ്ധിക്കുമ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയോജനങ്ങളെ ഓരോന്നോരോന്നാക്കി ഇല്ലാതാക്കിക്കൊണ്ടാണോ നികുതി വരുമാന വർധനവിന്റെ പ്രയോജനം ജനങ്ങൾക്ക് നൽകേണ്ടത്? തീർച്ചയായിട്ടും അല്ല. അപ്പോൾ ഈ നികുതി വരുമാന വർധനവ് ഉണ്ടാകുന്നതിനോട് ഒപ്പം തന്നെ സബ്സിഡി വർദ്ധിപ്പിച്ചില്ലെങ്കിൽ പോലും സബ്സിഡിയുടെ ആനുകൂല്യം BPL വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ലഭ്യമാകത്തക്ക രീതിയിലെങ്കിലും ഈ പ്രക്രിയ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതാണ്. സബ്സിഡി പ്രക്രിയ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അത് മാത്രവുമല്ല, നമ്മൾ WTOയെ ഒന്നും കുറ്റം പറയേണ്ട കാര്യമില്ല. WTO പറഞ്ഞിരിക്കുന്നത് കാർഷിക സബ്സിഡി കാർഷിക GDPയുടെ 10% കൂടരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ കേരളത്തിൽ ഇന്ത്യയിൽ 10% പോയിട്ട് ഇപ്പൊ ഇതാ അതും നിർത്തലാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ സബ്സിഡി കുറയ്ക്കണമെന്ന് WTO പറഞ്ഞിരിക്കുന്നത് നിബന്ധനകളോടുകൂടിയാണ്, അല്ലാതെ അത് ഒരു കാരണവശാലും 0 എത്തിക്കണം എന്നോ പറഞ്ഞിട്ടില്ല. പിന്നെ ഇനി വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കൃഷ്ണ ഗോദാവരി ബേസിനിൽ നിന്ന് കിട്ടുന്ന പ്രകൃതിവാതകം സമ്പുഷ്ടമാണ് ഇന്ത്യ പ്രകൃതിവാതകം കൊണ്ട് എന്ന് എല്ലാവരും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ONGC അടക്കം. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഈ പ്രകൃതിവാതകത്തെ പാചകവാതകമാക്കി മാറ്റാനുള്ള ടെക്നോളജി എന്തുകൊണ്ട് ഇവോൾവ് ചെയ്യുന്നില്ല? പകരം എണ്ണ കിണറുകളെ ഇവിടുത്തെ വലിയ കോർപ്പറേറ്റ്സിന് വിൽക്കുന്നു. കോർപ്പറേറ്റ്സിന് UPA കാലത്ത് തന്നെ വിറ്റിട്ടുണ്ട്. അങ്ങനെ വിറ്റ കോർപ്പറേറ്റ്സ് തന്നെ ഇതിൽ നിന്ന് പ്രകൃതിവാതകം എന്താണ് പറയുക, കള്ളത്തരത്തിൽ ചോർത്തിയെടുത്ത് അങ്ങനെ നമുക്കറിയാം സുപ്രീം കോടതി ഏകദേശം 1 വർഷത്തിന് മുൻപാണ് 10,000 കോടി ഇന്ത്യയിലെ ഒരു കോർപ്പറേറ്റ് ബോഡിക്ക് പിഴ വിധിച്ചത്. ആ പിഴ ഗവൺമെന്റിലേക്ക് കൊടുത്തോ കൊടുത്തില്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും അതുപോലെ, അതായത് പ്രകൃതിവാതകം സമ്പുഷ്ടമായിരിക്കെ അതെടുത്ത് ജനങ്ങളുടെ ആവശ്യത്തിന് പാചകവാതകമാക്കി കൊടുക്കുന്നതിന് പകരം അത് അന്താരാഷ്ട്ര, അതായത് ഈ ഇന്ത്യയിൽ നിന്ന് അത് വാങ്ങിയ റിലയൻസ് കമ്പനി ബ്രിട്ടീഷ് പെട്രോളിയം കമ്പനിയുടെ ഉപകമ്പനിയായ കെയ്ൻസ് ഇന്ത്യക്ക് അതിൽ നിന്ന് ചില പാഠങ്ങൾ കൈമാറി. ഇതൊക്കെ വസ്തുനിഷ്ഠമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഇന്ത്യയുടെ പ്രകൃതിവാതകം എടുത്ത് അതായത് മൾട്ടിനാഷണൽ കോർപ്പറേഷന് കൊടുക്കുക, വില കുറച്ച് കൊടുക്കുക, അതാണ് വളരെ സബ്സിഡൈസ്ഡ് റേറ്റിൽ കൊടുക്കുക. അങ്ങനെ അവരുടെ ലാഭം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാമായിരുന്നിട്ട് പോലും അത്തരം കാര്യങ്ങളിലേക്ക് സർക്കാരുകൾ പോകാതെ ശ്രീ PM സുരേഷ് ബാബു എന്തുകൊണ്ടാകണം ഇങ്ങനെ സാധാരണക്കാരൻ്റെ തലയ്ക്ക് നേരിട്ട് വന്ന് ഏൽക്കുന്ന അടികൾ തന്നെ തുടരെ നൽകുന്നത് എന്ന ചോദ്യം തന്നെയാണ് എല്ലാവരുടെയും പ്രസക്തമായിട്ടുള്ളത്. പക്ഷേ അവിടെ ശ്രീ രാധാകൃഷ്ണ മേനോൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. അതോട് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ 2014-15 കേന്ദ്രം സബ്സിഡിയായി നൽകിയത്, ഈ പറയുന്ന പാചകവാതകത്തിൻ്റെ മേഖലയിൽ മാത്രം സബ്സിഡിയായി നൽകിയത് 36,580 കോടി രൂപയാണത്രേ 2014-15. 15-16 16,074 കോടി രൂപ നൽകിയിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 12,133. വളരെ വലിയ തുകയാണല്ലോ ഇത്. ഈ തുക സബ്സിഡി നിർത്തലാക്കുന്നതോടുകൂടി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വിനിയോഗിക്കാനായി കിട്ടും. അതിൻ്റെ ആത്യന്തികമായ ഫലം നാട്ടിലെ സാധാരണക്കാർക്ക് തന്നെയാണ് ഉണ്ടാവുക എന്ന ലോജിക്ക് ശരിയായതാണോ? ശ്രീ സുരേഷ് ബാബു, താങ്കളോടായിരുന്നു എൻ്റെ ചോദ്യം. സോറി, ഞാൻ എന്നോടൊന്നറിയില്ല. അല്ല, അതെ, പിന്നെ സനീഷ്, അതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പിന്നെ ഒരു നയസമീപനങ്ങളുടെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കേണ്ടത്. ആ നയസമീപനങ്ങൾ എന്താണ്? ഓരോ ഗവൺമെൻറ്റിനും ഓരോരോ പ്രയോറിറ്റി ഉണ്ട്. ഓരോ പൊളിറ്റിക്കൽ പാർട്ടിക്കും ഓരോരോ സാമ്പത്തിക നയമുണ്ട്, സാമൂഹ്യ നയങ്ങളുമുണ്ട്. ആ സാമൂഹിക നയങ്ങൾ ഇപ്പോൾ ശ്രീ രാധാകൃഷ്ണ മേനോനിൻ്റെ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണക്കാരൻ്റെ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വാരി കൊണ്ടുവന്ന് നാട്ടിൽ പിന്നെ റോഡുകൾ വികസിപ്പിച്ചെടുക്കുക, എയർപോർട്ടുകൾ ഉണ്ടാക്കുക, ട്രെയിനുകൾ, യാത്രാ സൗകര്യങ്ങൾ ട്രെയിനും അതുപോലെ തന്നെയുള്ള സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക, ഇത്തരം തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് പ്രയോറിറ്റി അവരുടെ ഗവൺമെൻറ് ഫിക്സ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നതും ഞാൻ മനസ്സിലാക്കുന്നതും ആദ്യം മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുക ആദ്യത്തിൽ.
എന്നിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക. ആ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മുഴുപ്പട്ടിരിക്കാരായ ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് ആഹാരമല്ലാത്ത മറ്റൊരു സാധനം കൊടുക്കുന്നതിനെക്കുറിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണകൂടത്തിന് ശ്രദ്ധിക്കാൻ കഴിയുമായിരുന്നില്ല. ആ ശ്രദ്ധയുണ്ടാവരുടെ ഭാഗത്തു നിന്നാണ് ലോകരാജ്യങ്ങളിൽ പോയി യാചിച്ചു കൊണ്ടുവന്നിട്ട് ഗോതമ്പ് മരിയും മരുന്നും തുണിയും ഒക്കെ കൊടുത്ത് രാജ്യത്തെ ജനങ്ങളെ സസ്റ്റെയിൻ ചെയ്യിപ്പിച്ചത്. ആ സസ്റ്റൈനബിലിറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് BJP ഗവൺമെൻറ്റിന് തോന്നുന്നില്ലെങ്കിൽ അത് അവരുടെ നയസമീപനമാണ്. അവരുടെ ജനങ്ങളുടെ ഭരണകൂടത്തിനെ ഏത് രൂപത്തിലാണ് നയിക്കേണ്ടത് എന്നുള്ള രൂപത്തിലുള്ള സമീപനമാണ്. UPAയും കോൺഗ്രസും അത്തരമൊരു സമീപനത്തിലല്ല എടുക്കുന്നത്. ജനങ്ങളെ നിർത്തി ജനങ്ങളുടെ ജീവിതവും സൗകര്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് തന്നെ ക്രമേണ നമ്മൾ വലുതാവുക, നമ്മുടെ രാഷ്ട്രം വലുതാവുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്ന സമീപനമുള്ളത് കൊണ്ടാണ് ഈ കാര്യത്തിൽ സബ്സിഡി തുടരേണ്ടിടത്ത് തുടരണം. പാവപ്പെട്ട ആളുകൾക്ക് ഒരു ദിവസത്തെ കഞ്ഞി വെച്ച് കുടിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വിറകായി രൂപപ്പെടുന്ന ഗ്യാസായിട്ട് തന്നെ കിട്ടണം എന്ന വാശി UPAയുടെ ഭാഗത്തുനിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ഇവരുടെ വയറിൻ്റെ മുകളിൽ ചവിട്ടി മതിച്ചുകൊണ്ടാകരുത്. രാജ്യത്ത് വിമാനത്താവളങ്ങളും അതുപോലെ തന്നെ ഉള്ള മറ്റ് ഇൻഫ്രാസ്ട്രക്ചറും വലുതാകേണ്ടത് എന്ന സമീപനമുള്ളത് കൊണ്ട് തന്നെയാണ്. ആ സമീപനത്തിലുള്ള വ്യത്യാസമാണ് ഈ ശ്രീ രാധാകൃഷ്ണ മേനോൻ കൊണ്ട് ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് പ്രേമേന്ദ്രൻ, അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയാമെങ്കിൽ തന്നെയും ഭരണത്തിലേറുമ്പോൾ ആ കാര്യങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഇതേ കാര്യങ്ങൾ UPA സർക്കാരിനെതിരെ ആരോപിച്ച കാര്യങ്ങളാണ്. പക്ഷേ അധികാരത്തിലേക്ക് എത്തുമ്പോൾ, പ്രായോഗികതയുടെ തലത്തിലേക്ക് എത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കിയെടുക്കൽ ഒരുപക്ഷെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് പാവപ്പെട്ടവർക്ക്, അർഹിക്കുന്നവർക്ക് സബ്സിഡി ആനുകൂല്യം നൽകണം എന്ന നിലപാടാണ് ആത്യന്തികമായിട്ട് അവസാനിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബാക്കിയാകുന്നതെങ്കിൽ അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നോക്കൂ, പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനക്കകത്ത് ഞങ്ങൾ സബ്സിഡി നൽകുന്നില്ലേ? ഉണ്ട്. അത് മുന്നോട്ട് വെച്ചാൽ മതി BJP സർക്കാരിന്, BJP നേതാക്കൾക്ക്. അതവർ ചെയ്യുന്നുണ്ട്. ആത്യന്തികമായിട്ട് ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ എന്തായാലും ഈ സർക്കാരുകൾ തയ്യാറാവുകയില്ല. എത്ര വലിയ പ്രതിഷേധം പാർലമെൻറ്റിനകത്തും പുറത്തും ഉയർന്നു വന്നാലും എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ പ്രയാസകരമായിട്ടുള്ള, ദുഃഖകരമായിട്ടുള്ള സാഹചര്യം രാജ്യത്ത് തുടരുകയാണ് ചെയ്യുക. നമ്മൾ അതിനോട് പൊരുത്തപ്പെടേണ്ടി വരും. അതാണ് BJPയും ഗവൺമെൻറ്റും ആലോചിക്കുന്നതും ആഗ്രഹിക്കുന്നതും അങ്ങനെ നടക്കുമെന്നുള്ള പ്രതീക്ഷയുമാണ്. ഇങ്ങനെ തന്നെയായിരുന്നു മുൻകാല ഗവൺമെൻറ്റുകളിലും ഒക്കെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ. കാരണം പലതരത്തിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളും സാധാരണക്കാരൻ്റെ ദൈനംദിന ജീവിതത്തിന് പ്രതിലോമകരമായി ബാധിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ അവർ ശക്തമായി പ്രതികരിക്കാറുണ്ട്. ആ പ്രതികരണം ഒരുപക്ഷെ പാർലമെൻറ്റിനകത്ത് അംഗബലം കുറഞ്ഞതുകൊണ്ട് തന്നെ ആ ശബ്ദം ഒരുപക്ഷെ ഇപ്പോൾ ദുർബലമായേക്കാം. പക്ഷേ ജനമനസ്സുകളിൽ അതിൻ്റെ സ്വാധീനം വല്ലാതെ തന്നെ ഉണ്ടാകും. നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞ ലോജിക്കാണ് നമ്മൾ അംഗീകരിക്കുന്നതെങ്കിൽ ഏതു തരത്തിലുള്ള നികുതി വർധനവിനെയും നമ്മൾ പിന്തുണയ്ക്കേണ്ടതായിട്ട് വരും. കാരണം അധിക നികുതിയിലൂടെ സമാഹരിക്കപ്പെടുന്ന തുക പൊതുഖജനാവിലേക്കാണ് പോകുന്നത്. പൊതുഖജനാവ് വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള അധിക നികുതിയും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചാൽ അതൊക്കെ രാജ്യത്തിൻ്റെ സാമൂഹ്യക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് ന്യായീകരിക്കേണ്ടതായിട്ട് വരും. അതാണോ BJPയുടെ നയം, BJPയുടെ നിലപാട്? ഇവിടെ ദശാബ്ദങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന സബ്സിഡി അടക്കമുള്ള സൗജന്യങ്ങൾ, ആനുകൂല്യങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പാർലമെൻ്റ് അറിയാതെ, ജനങ്ങളറിയാതെ ഏകപക്ഷീയമായി പിൻവലിക്കുകയും സുതാര്യത അല്പം പോലും കാണിക്കാതെ ഏകപക്ഷീയമായി നിഗൂഢമായി അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമം നടന്നു. ആ പരിശ്രമം പുറത്തു വന്നപ്പോൾ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടുള്ള പ്രധാനമന്ത്രി ഉജാൽ യോജന പദ്ധതിയിൽപ്പെട്ടവർക്ക് മാത്രമായി സബ്സിഡി നിലനിർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് തടിതപ്പാൻ വേണ്ടിയിട്ടുള്ള നീക്കം സത്യത്തിൽ ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല, യുക്തിസഹമല്ല. 35,000 കോടി രൂപ പാചകവാതക സബ്സിഡി കൊടുക്കുന്നതുകൊണ്ട് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് ഒരു കോട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ BJP ഗവൺമെൻറ് തുടർന്നു വരുന്ന നയം ഈ രാജ്യത്തെ സാധാരണക്കാരനെതിരാണ്, പാവപ്പെട്ടവനെതിരാണ്. അതിസമ്പന്ന ധനിക വർഗത്തിൻ്റെയും കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെയും താല്പര്യം സംരക്ഷിക്കുന്നതിൽ എന്ത് വിട്ടുവീഴ്ചയും ഗവൺമെൻറ് ചെയ്യും. അതുതന്നെയാണ് പാചകവാതകത്തിൻ്റെ സബ്സിഡി റദ്ദു ചെയ്യുന്നതിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയം വെളിവാക്കുന്നത്, നയം പ്രതിഫലിക്കുന്നത്. അതാണ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ആത്യന്തികമായിട്ട് നിങ്ങളുടെ സർക്കാരിൻ്റെ നയം, നിങ്ങൾ തുടരുന്ന രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ, അതുതന്നെയാണ് പ്രശ്നം എന്നതാണല്ലോ നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ മനസ്സിലാകുന്നത്. ഈ നയനിലപാടുകൾ
പാവപ്പെട്ടവർക്കൊപ്പമല്ല എന്നതിനുള്ള തെളിവായിട്ടാണ് പ്രതിപക്ഷം അതിനെ മനസ്സിലാക്കുന്നതും നാട്ടുകാരോട് പറയുന്നതും. അത് അവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതാണല്ലോ ശരി. ഈ പറയുന്നത് പാവപ്പെട്ടവരുടെ മേൽ ഇടുത്തിയായി വന്ന് വീഴുന്ന കാര്യങ്ങളായിട്ടാണല്ലോ നമുക്ക് അനുഭവപ്പെടുന്നത് എന്ന തോന്നൽ തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെയല്ല എന്ന് നാട്ടുകാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൈവശമുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ഒളിച്ചുകൊണ്ട് നടപ്പാക്കാൻ സർക്കാർ തയ്യാറായത്? അല്ല, ഇവിടെ ഇപ്പോൾ ഈ സർക്കാരിനെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യത്തെ പോലും തെറ്റായിയാണ് വ്യാഖ്യാനിച്ചത്. ഞാനിവിടെ സൂചിപ്പിച്ചത് എന്താ, സബ്സിഡികളുടെ ആനുകൂല്യം, ആ സബ്സിഡിയുടെ ആനുകൂല്യം വികസനത്തിന് കൊണ്ടുപോകുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. സബ്സിഡിയുടെ ആനുകൂല്യം അർഹിക്കുന്നവർക്ക് അത് പാവപ്പെട്ടവർക്കായി ചുരുക്കുന്നു, അവർക്ക് കൊടുക്കുന്നു. എന്നാൽ അതേസമയം പെട്രോൾ ഡീസൽ വില വർധനവിനെക്കുറിച്ച് അതിൻ്റെ ആനുകൂല്യം നേരിട്ട് കൊടുക്കുന്നില്ല എന്നുള്ള ആരോപണത്തെക്കുറിച്ചായിട്ടാണ് ഞാൻ പറഞ്ഞത്. പെട്രോൾ ഡീസൽ വിലയുടെ ആ ആനുകൂല്യം അത് സബ്സിഡിയായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ സാധാരണക്കാരൻ്റെ പോക്കറ്റിലേക്ക് കൊടുക്കുന്നതിന് പകരം രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിൽ, കാരണം ഗവൺമെൻറ് സതുദ്ദേശപരമായി കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളെയും ഓരോ വാദഗതികളെയും ഇതേ തരത്തിൽ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കാനുള്ള അവസരം തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിനുണ്ട്, അതിനെ എതിർക്കുന്ന മാധ്യമങ്ങൾക്കുണ്ട്. അവരൊക്കെ ആ നിലയിലുള്ള പ്രചരണം തീർച്ചയായിട്ടും നടത്തുകയും ചെയ്യും. പക്ഷേ ഈ പ്രചരണങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ വികസനത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരെ, സാധാരണക്കാരെ, ഇന്നലെ വരെ ഇവിടെ SC/STക്ക് കൊടുത്ത ആനുകൂല്യം, പട്ടികജാതിക്കാർക്ക് കൊടുത്ത ആനുകൂല്യം അതെവിടെ എത്തി നിൽക്കുന്നു എന്ന് കുപ്പത്തൊട്ടിയിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കേരളത്തിൽ പോലും പട്ടികവർഗ്ഗക്കാരൻ കൈയിട്ട് വരുമ്പോൾ, കൊച്ചു കുഞ്ഞുങ്ങൾ കൈയിട്ട് വരുമ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ നിലയിൽ അർഹിക്കുന്നവരുടെ കരങ്ങളിലേക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് അർഹതപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് ആ ആനുകൂല്യം ലഭ്യമാവുക തന്നെ ചെയ്യും. അതിനകത്ത് ആരും ഉത്കണ്ഠപ്പെടേണ്ട. അതേസമയം ആവറേജ് ആയിട്ടുള്ള ആളുകൾക്ക് ഇന്നലകളിൽ കൊടുത്തിരുന്നത് പോലെ സബ്സിഡി ഒരുപക്ഷെ തുടർന്ന് ആ സബ്സിഡി എന്ന നിലയിൽ കിട്ടുന്നില്ലായിരിക്കും. പക്ഷേ മത്സരത്തിന്റെ അന്തരീക്ഷത്തിൽ അവർക്കും ന്യായവിലയിൽ കാര്യങ്ങൾ വളരെ നന്ദി. ശ്രീ ബി രാധാകൃഷ്ണൻ ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, ശ്രീ N.K. പ്രേമേന്ദ്രൻ, ശ്രീ മേരി ജോർജ്, ശ്രീ PM സുരേഷ് ബാബു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരിക്കൽ കൂടി നന്ദി. ഈ ആത്യന്തികമായിട്ട് വൈകാരികമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന അവകാശവാദങ്ങൾ വസ്തുതയ്ക്ക് മുന്നിൽ, ഈ പറയുന്ന കണക്കുകൾക്ക് മുന്നിൽ നിലനിൽക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാം. ആത്യന്തികമായിട്ട് നാട്ടുകാർക്ക് ദോഷകരമായിട്ടുള്ള സംഗതിയാണോ ഉണ്ടാവുക, അതിൽ നിന്ന് പിന്നോട്ട് പോകുമോ സർക്കാർ, ഗുണപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ തിരിച്ചെത്തുമോ എന്ന കാര്യങ്ങൾ കൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. വളരെ നന്ദി. അതിഥികൾക്ക് ഒരിക്കൽ കൂടെ പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. ഒരിക്കൽ കൂടെ പ്രധാന വാർത്തകളിലേക്ക്. പാചകവാതക സബ്സിഡി നിർത്തലാക്കുന്നതിൽ വ്യാപക പ്രതിഷേധം. പാവപ്പെട്ടവർക്ക് സബ്സിഡി തുടരുമെന്ന് കേന്ദ്രം. വൻ വില വർധനയ്ക്ക് കാരണമാകുമെന്ന് പ്രതിപക്ഷം. സബ്സിഡി രഹിത പാചകവാതക സിലിണ്ടറിന് വില കുറഞ്ഞെങ്കിലും ജനം മുടക്കേണ്ടത് കൂടുതൽ പണം. നിതി ആയോഗിലെ അഭിപ്രായ ഭിന്നതകൾക്കിടെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗാരിയ പടിയിറങ്ങി. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ ആദ്യ അന്താരാഷ്ട്ര മത്സരം ഡിസംബർ 20-ന്. ഇന്ത്യ ശ്രീലങ്കയെ നേരിടും. തീരുമാനം BCCIയുടേത്. ലോക മീറ്റ് വെബ്സൈറ്റിൽ നിന്ന് സുധാ സിംഗിന്റെ പേര് അപ്രത്യക്ഷമായി. രാഷ്ട്രീയ സംഘർഷങ്ങളിൽ കേരളത്തിനെതിരെ കേന്ദ്രം. 2 തവണ ചോദിച്ചിട്ടും റിപ്പോർട്ട് നൽകിയില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം പാർലമെന്റിൽ. ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയിൽ പിണറായി ജാഗ്രത കാട്ടിയില്ലെന്ന് CPM-ലെ യെച്ചൂരി പക്ഷം. തിരുവനന്തപുരത്തും കോട്ടയത്തും സമാധാന ശ്രമങ്ങൾ ഊർജിതമാക്കാൻ CPM-BJP ധാരണ. നടിയെ ആക്രമിച്ച കേസിൽ പ്രതികളെല്ലാം പിടിയിലായിട്ടില്ലെന്ന് പൾസർ സുനിയുമായുള്ള സംഭാഷണം ദിലീപിന്റെ അറിവോടെയെന്ന് അപ്പുണ്ണിയെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. സുനിയുടെ റിമാൻഡ് കാലാവധി നീട്ടി. സിനിമാ താരങ്ങളുടെ ചാനൽ ബഹിഷ്കരണം മണ്ടത്തരമെന്ന് വിനയൻ. നടി അനുകൂലിച്ചാലും അജു വർഗീസിനെതിരായ കേസ് റദ്ദാക്കാനാവില്ലെന്ന് ഹൈക്കോടതി. TP സെൻകുമാറിന്റെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിയമനത്തിൽ ഉടൻ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി. നടപടിക്രമങ്ങളുമായി കേന്ദ്ര സർക്കാരിന് മുന്നോട്ടു പോകാം.